സാബുൻ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിന് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെർമിസിലിയാണിത്. പിന്നെ റോസ്റ്റഡ് അല്ല. ഈ വെർമിസിലി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അത് വെക്കും. കുതിർന്ന് വരാൻ വേണ്ടി വെക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. തീ ഓഫ് ചെയ്യുകയാണ്. അതിലേക്ക് ഞാനിത് ഇടുന്നു. എന്നിട്ട് ഞാനിത് മൂടി വെക്കുകയാണ്. ഒന്ന് ഇളക്കണം. നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വയ്ക്കുക. ഇത് 1/2 കപ്പ് സാബുനരി ഞാൻ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഓക്കെ, എന്നാലേ അതിൻ്റെ ഒട്ടൽ മാറുള്ളൂ. അപ്പോൾ ഇതിവിടെ തിളക്കട്ടെ. ഇത് കസ്കസാണ്. അത് ഞാൻ ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ കസ്കസാണുള്ളത്. ആ വെള്ളത്തിലിട്ട് അത് കുതിർത്ത് വയ്ക്കണം. അത് 10 മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ട് കിടക്കണം. അപ്പോൾ അത് നല്ല കുതിർന്ന് പൊന്തി വരും. നമ്മുടെ വെർമിസിലി വെള്ളത്തിൽ കിടന്ന് നന്നായി കുതിർന്ന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ ഈ അരിപ്പപാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കുകയാണ്. ഇനി അത് നന്നായിട്ട് അതിലിരുന്ന് തന്നെ നന്നായിട്ട് തണുക്കണം. 3/4 ലിറ്റർ പാല് ഞാനൊരു പാത്രത്തിൽ നന്നായി തിളപ്പിക്കുകയാണ്. പാല് നന്നായി തിളച്ച് കഴിഞ്ഞു. ഈ തിളച്ച പാത്രത്തിലേക്ക് ഈ പാലിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുകയാണ്. ഇത് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. റാസ്ബെറി കസ്റ്റാർഡ് പൗഡറാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഇതാണ് ഈ കസ്റ്റാർഡിൻ്റെ കളറ്. ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കസ്റ്റാർഡ് പാൽ ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ച വെർമിസിലി ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം ആ മധുരവും ഇതൊക്കെ കൂടി ഇതിനകത്ത് വെർമിസിലിയിലൊന്ന് പിടിക്കണ്ടേ. ആ കളറും എല്ലാം ഇതിൽ പിടിക്കണം. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. സാബുനരി വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഈ പാലിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മധുരം നോക്കാം. മധുരം നോക്കിയിട്ട് മധുരം പാകം അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഞാനിത് തണുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ മധുരം ചേർക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അതുകൂടാതെ കുറച്ച് അനാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും തണുപ്പിച്ച് വെച്ചു. പിന്നെ കസ്കസ് നമ്മുടെ കസ്കസ് ഈ പരുവത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ, കുതിർത്ത സാധനം അതിങ്ങനെയായിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടിയും ഗ്രീൻ കളറിലുള്ള ഫ്രൂട്ടി എടുത്തിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യാം. നമ്മുടെ സാബുനരിയും വെർമിസിലിയും കണ്ടില്ലേ, അതിനകത്ത് കിടന്ന് നല്ല പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, ഒരേ കളറായി കഴിയും. നമ്മളിന് ഇത് കഴിക്കുമ്പോൾ നല്ല കടിക്കാൻ കിട്ടും. അത് നല്ല രസമായിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കുക. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു. താങ്ക് യു.